പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. നേരത്തെ പറഞ്ഞതല്ല നടപ്പാക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ സൗജന്യയാത്ര അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി മുൻഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തി. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ആശ്വാസമാകുന്ന പ്രിയദർശിനി പദ്ധതിയെ പ്രതിപക്ഷം തുറന്നെതിർക്കുന്നില്ല. മുഴുവൻ ബസ്സുകളിലും പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. UDF-ന്റേത് വാഗ്ദാന ലംഘനമെന്നാരോപിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. പങ്കെടുക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അന്ന് പറഞ്ഞ രീതിയിലല്ലല്ലോ ഇന്നിപ്പോൾ സൗജന്യ യാത്ര പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ ബസ്സിലും സൗജന്യയാത്ര നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. സൗജന്യയാത്ര നല്ല കാര്യമല്ലേ, എല്ലാവർക്കും കൊടുക്കണം. സൗജന്യയാത്ര ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. മലയാളികളെ കൂട്ടത്തോടെ പറ്റിക്കുന്ന പരിപാടിയാണ് സൗജന്യയാത്രയെന്ന് BJP വിമർശനം. ഓർഡിനറി ബസ്സുകളിൽ ഭൂരിഭാഗവും ഒറ്റ ദിവസം കൊണ്ട് സിറ്റി ഫാസ്റ്റാക്കി സൗജന്യയാത്രാ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് BJPയുടെ ആരോപണം. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.